കട്ടപ്പന ഡോൺ ബോസ്കോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്പോർട്സ് ഹബ് ഉദ്ഘാടനം മാർച്ച് 1-ന്. സ്പോർട്സ് ഹബ് ഉദ്ഘാടനം ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രൊവിൻസ് എക്കോണമർ ഫാദർ ജോയി നെടുമ്പറമ്പിൽ നിർവഹിക്കും. മൊബൈൽ അഡിക്ഷന്റെയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനും വീഴുന്ന പുതുതലമുറയെ മോചിപ്പിച്ച് പഠന നിലവാരം മെച്ചപ്പെടുത്തുകയും യുവാക്കളെ സ്പോർട്സ് അധിഷ്ഠിത തൊഴിൽ സാധ്യതകളിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വേനലവധിക്കാലത്ത് കുട്ടികൾക്കും യുവാക്കൾക്കും ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ഫുട്ബോൾ, നേഴ്സറി തുടങ്ങിയ കായിക വിനോദങ്ങളിൽ പ്രാവീണ്യം നേടാനുള്ള മികച്ച അവസരമാണ് ഡോൺ ബോസ്കോ സമ്മർ കോച്ചിംഗ് ക്യാമ്പുകൾ വഴി ഉദ്ദേശമിടുന്നത്. പെൺകുട്ടികൾക്കായി പ്രത്യേക പരിശീലനം ഉണ്ടായിരിക്കും. ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാദമി, ഡോൺ ബോസ്കോ ബാസ്കറ്റ്ബോൾ അക്കാദമി, ഡോൺ ബോസ്കോ ടേബിൾ ടെന്നീസ് അക്കാദമി, ഡോൺ ബോസ്കോ ബാഡ്മിന്റൺ അക്കാദമി, ഫുട്ബോൾ ടർഫ്, ഫുട്ബോൾ നേഴ്സറി എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്ന ആശയത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഈ മൊബൈൽ അഡിക്ഷനിലൊക്കെ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് പല ദുശീലങ്ങൾക്കും അടിപ്പെട്ട് ലഹരിക്ക് അടിമയായി പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അവരെ വീണ്ടും കളിക്കളത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പരിശ്രമമായിട്ടാണ് ഈ സ്പോർട്സ് ഹബ്ബ് തുടങ്ങിയിരിക്കുന്നത്. അതിലൂടെ ഡോൺ ബോസ്കോ സ്കൂളിന്റെ മുദ്രാവാക്യം വെർച്യൂ ആൻഡ് വിസ്ഡം എന്നാണ്. അതായത് വിവേകവും വിശുദ്ധിയും, അതിനുള്ള മാർഗം, അതിനുള്ള സ്കൂളിലെ എല്ലാ അനുഭവങ്ങളും മറ്റൊരു വാച്ച് വേർഡ് കൂടിയാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഈ വിശുദ്ധിയും വിവേകവും നിർവഹിക്കുന്നത് എല്ലാ പാഠ്യേതര അനുഭവങ്ങളിലും അവർക്ക് മറ്റൊരു മോട്ടോ ഉണ്ട്, ഫോർമേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ. അതായത് വ്യക്തിത്വ രൂപാന്തരീകരണത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനം. അത് വെച്ചാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ ലക്ഷ്യം മനസ്സിലുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്പോർട്സ് ഹബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഉദ്ദേശം. വെറുതെ കുട്ടികൾ കളിക്കുക എന്നുള്ളതല്ല, നമ്മൾ അവരെ ഒരു സമൂഹത്തിന് അനുയോജ്യരായ വ്യക്തികളായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ല ശീലങ്ങളും നല്ല മൂല്യങ്ങളും ഒക്കെ ഉള്ളവരായിട്ട് ആരോഗ്യപരമായ മത്സരം, വെറുതെ മറ്റവരെ ചവിട്ടിക്കൂട്ടി അവരെ പിന്നിലാക്കിയുള്ള മത്സരമല്ല, ആരോഗ്യപരമായിട്ട് പരസ്പരം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ മത്സരിക്കുക. അങ്ങനെയുള്ള ആശയം വെച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വിജയകരമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ താല്പര്യമൊക്കെ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറിയും ഹിബ റഫറീസ് കമ്മീഷണറുമായ ഡോക്ടർ പ്രിൻസ് കെ മറ്റം, ബാസ്കറ്റ്ബോൾ അക്കാദമിയുടെയും ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും മുൻ സന്തോഷ് ട്രോഫി കളിക്കാരനുമായ ഡോക്ടർ പി എസ് അലിൻകുട്ടി, ഫുട്ബോൾ അക്കാദമിയുടെയും അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് റഫറിയായ ജോസഫ് ചക്കോ, ടേബിൾ ടെന്നീസ് അക്കാദമിയുടെയും സ്കൂൾ PTA പ്രസിഡന്റ് സണ്ണി സേവ്യർ, ബാഡ്മിന്റൺ അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ബാസ്കറ്റ്ബോൾ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ടിപ്പാറ, കായിക അധ്യാപകൻ ജിബിൻ സി ഫിലിപ്പ്, കോർഡിനേറ്റർ ജോർജ് എബ്രാഹിം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ഓപ്പൺ വിൻഡോ.